ബൈജു എഴുപന്നയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന കൂടോത്ര എന്ന സിനിമയുടെ വിശേഷത്തെ പറ്റി അറിയാൻ വേണ്ടിയാണ് നമ്മളിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പം സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള നടി നമ്മളൊപ്പം ചേരുന്നുണ്ട്. പേര് ദിയ എന്നാണ്. ഹലോ, നമസ്കാരം. നമസ്കാരം. അപ്പം ഈ സിനിമയുടെ ഒരു ടൈറ്റിലും അതിൻ്റെ ഒരു പോസ്റ്ററൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് നമ്മുടെ അന്ധവിശ്വാസങ്ങളെയൊക്കെ പറ്റി പറയുന്ന ഒരു പരിപാടിയാണ് സിനിമയിൽ നിന്നാണ്. ശരിക്കും അങ്ങനത്തെ ഒരു ഭയങ്കര സബ്ജക്റ്റ് പറഞ്ഞു പോകുന്നൊരു സിനിമയാണോ? ആക്ച്വലി ഇതിലൊരു മിത്തുണ്ട്. അതായത് പോസിറ്റീവ്. പറയും. അത് ഞാൻ പറയില്ല, അങ്ങനെ ചോദിക്കരുത്. അത് 12-ാം തീയതി കാണാം. ഇതില് അങ്ങനെ ഫുൾ കൂടോത്രം ബേസ്ഡ് അല്ല, പക്ഷെ പ്രണയമുണ്ട്, ഇമോഷൻസ് ഉണ്ട്, എല്ലാം കൂടെ ഓൾ ഇൻ ഓൾ അടങ്ങിയ ഒരു പടമാണ്. വളരെ കൊച്ചു പടമാണ്. എന്നുവെച്ചാൽ ഇപ്പം നമ്മൾക്കൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. ഓൾ ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള നമ്മുടെ മനസ്സിൽ ടച്ച് ചെയ്യുന്ന ഒരു പടമായിരിക്കും. അപ്പം അതുപോലെ തന്നെ ഇപ്പം ബൈജു എഴുപന്ന ചേട്ടൻ്റെ ഒരു സംവിധായകൻ എന്ന നിലയിൽ ആദ്യത്തെ ഒരു ചിത്രമാണ്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ അദ്ദേഹത്തിന് ഇത്രയും നാളത്തെ ഒരു ആക്ടർ എന്ന നിലയിൽ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സംവിധായകൻ എന്ന നിലയിൽ അവർ ആദ്യമായിട്ട് ഒരു ഫ്രഷർ എന്നുള്ള നിലയിലാണ് സിനിമയിലേക്ക് എത്തുന്നത്. അപ്പം ആ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ബൈചേട്ടനെ സംബന്ധിച്ചോളം ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ സിനിമകളിൽ കണ്ടിട്ടേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബൈചേട്ടനെ കാണുന്നത്. ഒരു അലക്സ് എന്ന് പറഞ്ഞിട്ടൊരാൾ ത്രൂ ആണ് എനിക്ക് ഈ സിനിമ വരുന്നത്. അപ്പോൾ ബൈചേട്ടൻ എന്നെ ഫസ്റ്റ് കണ്ടപ്പോൾ ബൈചേട്ടൻ മേരി എന്നാണ് എന്നെ വിളിച്ചത്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മേരി എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ദിയാണ്. അല്ല, എൻ്റെ ക്യാരക്ടറിന് ആക്ട് അയാളെന്ന്. അപ്പോൾ കുറച്ച് ഫ്രീ ആയിട്ടുള്ളൊരു പേഴ്സണാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ലൊക്കേഷൻ എന്ന് പറഞ്ഞത് ഇടുക്കിയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് നമ്മുടെ ലൊക്കേഷൻ. ഭയങ്കര അഡ്വഞ്ചർ ആയിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ അത് വിഷ്വൽ കാണുമ്പോൾ അതൊരു ഫീൽ ഗുഡാണ്. ഈ പറഞ്ഞ പോലെ ബൈചേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ഡയറക്ടർ ആൻഡ് ആക്ടറാണ് ഇതിൽ. അപ്പം ഞാനെപ്പോഴും ഇത്രയും ആർട്ടിസ്റ്റുകൾ ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും ആലോചിക്കും എങ്ങനെയാണ് ഒരു ഡയറക്ഷൻ ആക്ടിങ് നമ്മളെക്കൊണ്ട് എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഡയറക്ടർ എന്ന് പറയുമ്പോൾ നമ്മളായിരിക്കും ചൂടാവും, ദേഷ്യപ്പെടും. പക്ഷെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളായിരുന്നു ലൊക്കേഷനിൽ. നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം, ചീത്ത പറയേണ്ട കൊടുത്ത് ചെറിയ ലൈനിലൊക്കെ പറയും. പക്ഷേ വളരെ ഫ്രീ ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയൊരു സിനിമയും കൂടിയാണ്. ബൈചേട്ടൻ എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ വൈസ് ആണെങ്കിലും ആക്ടിങ് വൈസ് ആണെങ്കിലും രണ്ടും മാനേജ് ചെയ്ത് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത്ര ആർട്ടിസ്റ്റുകൾ ഈ പടത്തിലുണ്ട്. അപ്പം ഡയറക്ടർ വൈസിൽ അടിപൊളിയായിരുന്നു, ആക്ടർ വൈസിലും അടിപൊളിയായിരുന്നു. ഇപ്പം ഈ സിനിമയുടെ ലൊക്കേഷൻ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് എല്ലാവരും പറയുകയുണ്ടായി. അപ്പം അതൊരു വലിയൊരു ഗുഹയ്ക്കകത്തൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യേണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 7-8 ഫാമിലിയോളം താമസിക്കുന്ന ഒരു മലയുടെ മുകളിലാണ്. അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ കയറി ഇറങ്ങി ക്യാരവനോ അങ്ങനെയൊന്നും അവിടെ ഇല്ല. ഒരു വീടാണ് താഴെ. ആ വീട്ടിൽ നിന്ന് ഡെയിലി രാവിലെ മല കയറി ഞങ്ങൾ പോകണം. ഞങ്ങളെ വീടൊക്കെ അവിടെയാണ്. അപ്പോൾ ഭയങ്കര അഡ്വഞ്ചറാണ് ശരിക്കും. അവിടെ രാവിലെ കയറി കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ്, സഹിക്കാൻ പറ്റാത്ത വെയിലാണ്. നൈറ്റായി കഴിഞ്ഞാൽ കൊടും തണുപ്പുമാണ്. അപ്പോൾ ഇത് രണ്ടും മാനേജ് ചെയ്ത് പോവാന്ന് പറയണത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു നമുക്ക്. പിന്നെ ബൈചേട്ടൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ള, എപ്പം ആ മലയിൽ പോകുമ്പോഴും പ്രാർത്ഥിച്ചിട്ടാണ് ആളെപ്പോഴും ആ സിനിമ തുടങ്ങുക. അവസാനിക്കുമ്പോഴും പാക്കപ്പ് പറയുമ്പോഴും അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമ്മൾക്ക് അസുഖങ്ങൾ, നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ഇതൊന്നും ഇല്ലാതെ ഒത്തിരി റിസ്ക് ഇല്ലാതെ ആ പടം തീർത്തു എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്താലും അത് വിഷ്വലിൽ വരുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നൊരു സന്തോഷം വേറെ തന്നെയാണ്. സിനിമയുടെ സബ്ജക്റ്റ് ഭയങ്കര ക്യാച്ചി ആയിട്ടുള്ളൊരു സംഭവം. കാരണം എനിക്കൊന്ന് ഇതിൻ്റെ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ ആ പർട്ടിക്കുലർ സബ്ജക്റ്റ് തന്നെയാണോ കോറായിട്ട് നിൽക്കുന്നത്? അതോ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വീണ്ടും വീണ്ടും എടുക്കാനാണോ? ഈ പറഞ്ഞ പോലെ കൂടോത്രം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കേൾക്കുന്ന വാക്കാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സിനിമയിൽ കൂടോത്രം ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലാന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെയാണ്. അങ്ങനെയല്ല. ഇത് എന്താ പറയാ, നമ്മൾക്ക് ഇതിപ്പോൾ ഞാൻ പറഞ്ഞ സിനിമയിലെ കഥ പറയുന്ന പോലെ ആവും. കാരണം എല്ലാം കൂടിയുണ്ട്, അത്രയേ ഉള്ളൂ. അതിലപ്പുറം എന്നോട് ചോദിക്കരുത്. എന്തായാലും സിനിമ വലിയൊരു വിജയമാവട്ടെ. അതെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ പ്രേക്ഷകരുടെ അടുത്ത് സ്പെഷ്യലായിട്ട് പറയാണ്, നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ചെയ്തൊരു സിനിമയാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾക്ക് വേണ്ടി ഈ 12-ാം തീയതി Feb 12 തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.